ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടിലം പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിലെ വേദയും വിക്രവും ഇപ്പോഴും കാട്ടിൽ തന്നെയാണ്. അങ്ങനെ പല്ലേക്കാനുള്ള ഒരു മാവിലയൊക്കെ വിക്രം വേദയ്ക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വേദ വീണ്ടും കാല് വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോ വിക്രം കാലൊക്കെ പിടിച്ചിങ്ങനെ നോക്കുക. ഇപ്പൊ ശരിക്കും വേദയ്ക്ക് വേദന ഇല്ലെന്നാ തോന്നുന്നത്. വിക്രം ഇങ്ങനെ ചെയ്യുമ്പോ അത് ആസ്വദിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. വിക്രം വേദയുടെ കാലൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടാണ് നോക്കുന്നത്. ശേഷം അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഓരോ സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അവര് കളിത്തമാശയോട് കൂടെ അവിടുന്ന് പോവാണേ. വീട്ടിലേക്ക് എത്തണല്ലോ. അങ്ങനെ നടന്നു പോകുമ്പോ വിക്രം പറയും, അയ്യോ ആന എന്ന് പറഞ്ഞ വിക്രം ഓടുമ്പോ അയ്യോ എന്ന് പറഞ്ഞ വേദയും അലറി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിക്കാ. വേദയുടെ പേടിയും ഞെട്ടലും എല്ലാം കൂടെ കാണുമ്പോ വിക്രം ഇങ്ങനെ നിന്ന് ചിരിക്കും. കാരണം അവിടെ ആനയൊന്നും ഉണ്ടായിരുന്നില്ല, കാട്ടാന വരുന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞതാ. ഇത് കേൾക്കുന്ന വേദ വിക്രം എന്ന് പറഞ്ഞ് വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന് കൊച്ചു കുട്ടികള് പെരുമാറുന്നത് പോലെ വിക്രമിനെ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. ശേഷം വിക്രമിന്റെ മാറോട് ചേർന്ന് കിടക്കും. ഒരു നിമിഷം അവര് പോലും അറിയാതെ അവരിങ്ങനെ അടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോ തേന് കാണാണ് വിക്രം. തനിക്കൊരു സാധനം തരാം, കാട്ടുതേൻ കഴിച്ചിട്ടുണ്ടോ? ഒറിജിനൽ കാട്ടുതേൻ എന്ന് പറഞ്ഞിട്ട് വിക്രം ആ കോട്ട് ഊരിയിട്ട് മുഖം കെട്ടാണ്. തലയും മൂക്കും ചെവിയൊക്കെ കെട്ടി കണ്ണുകൊണ്ട് മാത്രം കാണുന്ന വിധത്തിലാക്കും. ശേഷം കുറച്ച് വിറകൊക്കെ എടുത്തിട്ട് കയ്യിൽ ലൈറ്ററുണ്ടല്ലോ അത് ഉപയോഗിച്ച് തീ കത്തിക്കും. എന്നിട്ട് മരത്തിന്റെ മുകളിലേക്ക് കയറുക. എന്നിട്ട് തേൻ ഇങ്ങനെ അവിടുന്ന് അത് ശേഖരിക്കും. ആ തേനെ മുറിച്ചെടുത്തതിന് ശേഷം ഒരു ഇലയിലാക്കി വേദയുടെ അടുത്തേക്ക് ചെന്നില്ല. വേദ ഇങ്ങനെ ഇതും കണ്ട് അന്തം വിട്ട് നിൽക്കുക. വിക്രം ഡ്രസ്സൊക്കെ ചെയ്ത് ആ ഇലയോട് കൂടെ തന്നെ കുറച്ച് എടുത്ത് വേദയുടെ വായിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കുക. അങ്ങനെ വിക്രവും വേദയും കൂടെ അവിടെ പ്രണയത്തിന്റെ ആ ലഹരിയിൽ മതിമറന്ന് നിൽക്കണേ. എന്നാ ഇതേ സമയം നാട്ടിലെ ആ MLA പണിയാണോന്നറിയില്ല, വിക്രമിന്റെ വീട് ജപ്തി ചെയ്തിരിക്കുകയാണ്. ആ വീടിങ്ങനെ കലങ്ങി മറിയുന്ന കാര്യമൊന്നും ഇവരറിയുന്നേ ഇല്ല. മാഷിനാകെ ചങ്ക് പൊട്ടുന്നുണ്ട്. കമല മാഷെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയണേ. ആ ഒരു ഫീല് അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് സുധാകരൻ മാഷെ കാണാനായിട്ട് ആ MLA വാസ്തവന് വന്ന് ഭീഷണിപ്പെടുത്താണേ. നിന്റെ മകനും മരുമകളും എൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും അവരിങ്ങോട്ട് വരുമല്ലോ, ഞാൻ അവര് ശരിയാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സംസാരമൊക്കെയാണ്. വിക്രമിനെയും വേദയെയും കൊല്ലുന്നു തന്നെ അയാൾ തുറന്നടിച്ചു പറയണേ. വേദയും വിക്രവും കൂടെ അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് വേദ എന്തോ കണ്ട് പേടിക്കുകയോ അതോ വീഴാൻ പോവുകയോ ചെയ്യണേ. ആർത്ത് വിളിച്ച് വിക്രമിനെ കെട്ടിപ്പിടിക്കും. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വിക്രം വേദയും ആ ഗുണ്ടകളുടെ കയ്യിലകപ്പെട്ടിരിക്കുക. വേദ ഒളിച്ചു നിൽക്കുന്നുണ്ട്. വിക്രം പറയുന്നതായിരിക്കും. ശേഷം വിക്രം ഗുണ്ടകളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോരുത്തരായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിലൂടെ വന്ന ഒരു പ്രാവശ്യം വിക്രത്തിന്റെ തലയിലടിച്ച് ബോധം കെടുത്തിയിട്ട് പിന്നെ കെട്ടിയിട്ടൊക്കെ അടിച്ചതല്ലേ, ആ കണക്കൊക്കെ വിക്രമിന് വീട്ടാനുണ്ടല്ലോ. ആ ഒരു അവസരം കൂടിയായിട്ടാണ് വിക്രം ഇതിനെ കാണുന്നത്. അവർക്ക് എല്ലാവർക്കും വിക്രമിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിനി ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ എപ്പിസോഡിന്റെ ലിങ്ക് കമന്റ് ചെയ്യാം.